ഇന്ത്യയിൽ കാളവണ്ടിയാണ് നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം വയ്ക്കുമ്പോൾ. അപ്പോൾ നെഹ്റുവാണ് ഒരു മീറ്റിങ്ങിൽ ചോദിച്ചതെന്ന്, ഈ കാളവണ്ടിയുടെ ചക്രത്തിൻ്റെ പുറത്ത് ഒരു റബ്ബർ ഘടിപ്പിച്ച ഘർഷണം ഒരുപാട് കുറയൂലേ, കുറച്ചും കൂടെ സ്പീഡും കാളകൾക്ക് കുറച്ചും കൂടെ വിഷമമില്ലാതെ വലിക്കാനും പറ്റൂലേ എന്ന് ചോദിച്ചത് നെഹ്റു ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതായത് ദീർഘവീക്ഷണമുള്ള പൊളിറ്റീഷ്യൻസിന് അവർ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ശാസ്ത്ര സമൂഹം ഇരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കൽ വിൽ പവർ വേണം. നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ കേരളം എത്ര സ്വർഗ്ഗമെന്ന് അറിയുന്നത്. ആ ഭോപ്പാലിൽ ദുരന്തം വന്നു, ഒരു പാവങ്ങളാണ് മരിച്ചത്, മുഴുവൻ പാവങ്ങളാണ്. അതിൻ്റെ ചുറ്റും ഈ ഫാക്ടറിയുടെ ചുറ്റും ചെറിയ ചെറിയ കുടിലുകൾ കെട്ടി കുറേ പേര് അവിടുത്തെ താണ ജീവനക്കാരുണ്ട്. കുറേ പേര് ഇവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയും ഇവർക്ക് സാധനം കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കൊച്ചു കടകളും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ളവരാണ് മരിച്ചു പോയത് അത്രയും. യൂണിയൻ കാർബൈഡ് ശരിക്കും ഇപ്പോഴും നേരെ ചൊവ്വേ കോമ്പൻസേഷനൊന്നും കൊടുത്തിട്ടില്ല. അന്ന് വെച്ച് നമ്മുടെ അടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, യൂണിയൻ കാർബൈഡിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് എവറഡി ബാറ്ററി, അന്ന് അതാണ് ബാറ്ററി ഉള്ളത്, എവറഡി ബാറ്ററി ബഹിഷ്കരിക്കുക. ഈ ഒരു ഭോപ്പാലിലെ പിന്നെ ഹത്യയ്ക്ക് എതിരായിട്ട് തന്നെ അതൊരു വളരെ ക്ലിക്ക് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. കാരണം ഈ യൂണിയൻ കാർബൈഡിൻ്റെ ഉദ്യോഗസ്ഥർ അന്ന് പരിഷത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ കാണാൻ വന്നു. ഞാൻ മാഷ് ചൈനയിൽ പോയിട്ട് മിനി ഹൈഡൽ പ്രോജക്ട്സ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ്, അതാണ് ചെയ്തത്. ചൈനയുടെ ദുഃഖം എന്നൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന നദികളെല്ലാം ചൈനയുടെ അനുഗ്രഹമായി മാറിയത് മാഷുടെ ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് കൂടിയാണ്. രണ്ട് കാര്യങ്ങളാണ് ചൈന ചെയ്തത്. വലിയ വൻകിട ഡാമുകൾ ഒഴിവാക്കി ചെറിയ ചെറിയ ഡാമുകൾ, അപ്പം വൈദ്യുതിയും കിട്ടും, വെള്ളവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഈ നദികളുടെ രണ്ട് തീരത്തും നിറച്ച് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു.